സുചേട്ടാ നമസ്കാരം. നമസ്കാരം. സുചേട്ടാ, ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ വലിയ രീതിയിലുള്ള ഒരു ഭയത്തിലും ആശങ്കയിലുമാണ്. കാരണം നമ്മുടെ ഇന്ത്യൻ തീരം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ 35 രാജ്യങ്ങൾ ചേർന്ന് അതിർത്തി പങ്കിടുന്ന ഇന്ത്യയുടെ വലിയ മഹാസമുദ്രത്തിൽ വെച്ച് അമേരിക്ക മുക്കിയ ഇറാൻ കപ്പൽ. ഈ സംഭവം ഇറാനിൽ വലിയ അമർഷവും വലിയ രോഷവും വലിയ നാണക്കേടും ഇറാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ നമുക്കറിയാം, ഈ പേൾ ഹാർബറിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന്റെ പ്രത്യാഘാതമായി അമേരിക്ക ചെയ്തത് ഹിറോഷിമ നാഗസാക്കിയിൽ അണുബോംബ് ഇടുകയായിരുന്നു, ആ പേൾ ഹാർബർ. അപ്പൊ സമാനമായിട്ടുള്ള രീതിയിലാണ് ഈ സിറ്റുവേഷനെ ഇപ്പോ ഡിഫൻസ് വിദഗ്ധർ വ്യാഖ്യാനിക്കുന്നത്. അതായത് ഇറാന്റെ കപ്പൽ ഒരാവശ്യവുമില്ലാതെ അമേരിക്ക ഒരു നാവികാഭ്യാസം കഴിഞ്ഞ് വരുന്ന ഒരു കപ്പലിനെ ആക്രമിക്കാൻ പോലും വന്നല്ല, ആ കപ്പലിനെ അമേരിക്ക തകർത്തിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇറാൻ ഇതിന്റെ ഒരു തിരിച്ചടി ഭയങ്കരമായിരിക്കും. അമേരിക്കയും ഇസ്രായേലും ഇപ്പോഴും കരുതുന്നത് ഇറാന്റെ കയ്യിൽ ആണവ ആയുധം ഉണ്ട് എന്ന് തന്നെയാണ്. ആണവായുധം ഇറാന്റെ കയ്യിൽ ഉണ്ട്, രഹസ്യമായി അത് അവർ സൂക്ഷിക്കുകയാണ്, മെയിൻറ്റെയിൻ ചെയ്ത് വരികയാണെന്നാണ് കരുതുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഇറാൻ സ്വാഭാവികമായിട്ടും അതെടുത്ത് അടിക്കാനുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് പറഞ്ഞ് അമേരിക്ക വെറുതെ ഇരിക്കുന്നില്ല. അമേരിക്ക ഇപ്പോ ഹിറോഷിമ നാഗസാക്കിയിൽ ഇട്ടതിനെക്കാട്ടിലും 20 മടങ്ങ് ശക്തിയുള്ള മിനിറ്റ്സ് 3 എന്ന് പറയുന്ന ഒരു ഭൂഖണ്ഡാന്തര ആണവ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചിരിക്കുകയാണ്. ഇറാന്റെ തിരിച്ചടി ഭയന്ന് ഇറാൻ ഒരു വലിയ തിരിച്ചടി അടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് എവിടെ ആയിരിക്കും എന്നുള്ളതാണ് സംശയം. അത് GCC രാജ്യങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇസ്രായേലിലായിരിക്കാം, അല്ലെങ്കിൽ അമേരിക്കയുടെ ഏതെങ്കിലും സാമന്ത രാജ്യങ്ങളായ തുർക്കിയിലായിരിക്കാം. ഇവർക്കൊരു ഭയം ഈ പശ്ചിമേഷ്യ മുഴുവൻ ഉടലെടുത്തിട്ടുണ്ട്. എന്ത് തരത്തിലുള്ള തിരിച്ചടിയായിരിക്കും ഇറാൻ കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഇറാന്റെ അഭിമാന പ്രശ്നമായി മാറിയിരിക്കുകയാണിത്. എന്തായിരിക്കും ഇറാന്റെ തിരിച്ചടി? എന്താണ് നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റുന്നത് തിരിച്ചടി എന്നുള്ള രീതിയിൽ? ഇത് ധനുഷ് പറഞ്ഞത് ശരിയാണ്. അവരുടെ ഒരു വളരെ ക്രൂഷ്യലായിട്ടൊരു കണ്ടീഷനിലേക്കൂടാണ് ഇറാൻ കടന്നു പോകുന്നത്. അവർക്ക് വലിയ ചെലവില്ലാതെ തന്നെ മിഡിൽ ഈസ്റ്റ് നിശ്ചലമാക്കാൻ കഴിയും. അമേരിക്കയെ കൊണ്ടുവന്ന് ചർച്ചയുടെ ടേബിളിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിയും. അവരുടെ കയ്യിലൊരു ജലബോംബുണ്ട്. അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു ചൈനീസ് പ്രൊഫസർ അതിന്റെ വിഷ്വൽ സഹിതം അതിന്റെ ചാർട്ട് അടക്കം പറഞ്ഞിരുന്നു. കാരണം നമുക്കറിയാം, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ 60% ശുദ്ധജലം കുടിവെള്ളത്തിനും മറ്റുമായി ഉപയോഗിക്കുന്നവർ കടൽ വെള്ളം ശുദ്ധീകരിച്ചിട്ടാണ്. അത്തരം പ്ലാന്റുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത് കടൽ തീരങ്ങളിലാണ്. ആ പ്ലാന്റുകൾ ഇറാന് തകർക്കാൻ ഡ്രോണുകൾ മാത്രം മതി, വലിയ മിസൈലുകളുടെ ആവശ്യങ്ങളൊന്നുമില്ല. കാരണം ഈ പ്ലാന്റുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ പ്ലാന്റുകൾ തകർന്നു കഴിഞ്ഞാൽ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കണമെങ്കിൽ മാസങ്ങൾ എടുക്കും. അപ്പോൾ അത്രയും സമയം വെള്ളം കുടിക്കാതെ മനുഷ്യൻ ഇരിക്കില്ലല്ലോ. അതിൽ അവർ പറയുന്ന കാര്യം, ഇത്തരം പ്ലാന്റുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ മണിക്കൂറുകൾക്കകം കുടിവെള്ളം കിട്ടാക്കനിയാവും. പിന്നെ 80% ഭക്ഷ്യവസ്തുക്കളും ഈ മിഡിൽ ഈസ്റ്റിലേക്ക് വരുന്നത് പുറം രാജ്യങ്ങളിൽ നിന്നാണ്. ആ പുറം രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഭക്ഷ്യവസ്തുക്കൾ പാചകം ചെയ്യപ്പെടാൻ കഴിയാതെ വരും. ഇത് മിഡിൽ ഈസ്റ്റിൽ കിടക്കുന്നവർക്ക് മാത്രമല്ല, അമേരിക്കയുടെ സൈനികരും മിഡിൽ ഈസ്റ്റിലുണ്ട്, അവരെയും ഇത് ബാധിക്കും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ഒരു ചർച്ച ചെയ്യാതെ മുമ്പോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം അവിടെ ഉടലെടുക്കും. കാരണം വല്ലാത്തൊരു പ്രതിസന്ധി ആയിരിക്കും. കുടിവെള്ളം മുട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെ സംബന്ധിച്ച് വേറൊന്നും ഒരു നോക്കില്ലല്ലോ, യുദ്ധമോ കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ പിന്നെ അവിടുത്തെ ഒരു വിഷയം. വലിയ പ്രഷർ ആയിരിക്കും അവർക്ക് ഉണ്ടാകുന്നത്. ഇതാണ് ഒരുപക്ഷെ ഇറാൻ അത് ചെയ്തേക്കും. കാരണം ഇറാനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മിസൈൽ ശേഖരത്തെ കുറിച്ചൊക്കെ പല കണക്കുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു 2500 തൊട്ട് 6000 മിസൈൽ വരെയൊക്കെ അവർക്കുണ്ട്, പലതരത്തിലുള്ളത് എന്നൊക്കെയാണ് പൊതുവെ റിപ്പോർട്ടെങ്കിലും ഇവരുടെ ഡ്രോൺ ശേഖരത്തെ കുറിച്ച് യാതൊരു വിവരങ്ങളും പുറത്തില്ല, പുറം ലോകത്തിന് അറിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഇറാൻ കാലങ്ങളായി ഒരു വാർഫ്രണ്ടായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ഇറാനില് ഈ ഡ്രോണുകൾ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യകൾ വളരെ സുപരിചിതമാണ് പലർക്കും. അതുകൊണ്ട് തന്നെ ഒരു മാസം 10,000-ഓളം ഡ്രോണുകൾ നിർമ്മിക്കാനുള്ള ശേഷി ഇറാനുണ്ട്. ഇറാൻ ശേഷിയുണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏതെങ്കിലും ഒരു ഫാക്ടറി കെട്ടിയിട്ട് അതിനകത്തല്ല ഈ ഡ്രോൺ നിർമ്മിക്കുന്നത്, കുടിൽ വ്യവസായം പോലെ ഡ്രോണുകൾ. അതുകൊണ്ടാണ് ഇതിന് അജ്ഞാതം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കിപ്പോ കൃത്യമായിട്ടൊരു പ്രൊഡക്ഷൻ കമ്പനിയും കാര്യങ്ങളുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ പറയാൻ പറ്റും. ഇത് അങ്ങനെ പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇതിൽ തന്നെ സൂയിസൈഡ് ഡ്രോണുകളുണ്ട്. ഈ ഡ്രോണുകൾ ഉപയോഗിച്ചിട്ട് ഈ ജലപ്ലാന്റുകൾ അവർക്ക് തകർക്കാൻ കഴിയും. അതൊരു പക്ഷെ ചെയ്തേക്കും എന്നൊരു ഭയം നിലനിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഹോർമുസ് കടലെടുക്കുക ആയിരിക്കും അവരുടെ ഒരു ആത്യന്തികമായ ലക്ഷ്യം. അതിനൊരു ഗംഭീരമായ ഒരു ഡാമേജ് വരുത്തി വെക്കുമെന്ന് മാത്രവുമല്ല, കാലങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ഈ ഹോർമുസ് കടലെടുക്കിന്റെ അതുവഴി കടന്നു പോകുന്ന ഷിപ്പുകൾക്ക് നേരെ ഇവർക്ക് ഡ്രോണുകളും മറ്റും അയച്ച് ഈ യാത്ര തടസ്സപ്പെടുത്താനും എന്നേക്കുമായി ഷിപ്പിംഗ് കമ്പനികൾ അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങൾ ഈ ഹോർമുസ് കടലെടുക്കിന് ഉപേക്ഷിക്കാനും അത് കാരണമാകും. അങ്ങനെ വന്നാലും മിഡിൽ ഈസ്റ്റിൽ അത് വലിയ ക്ഷീണം തന്നെയായിരിക്കും. കാരണം ഹോർമുസ് കടലെടുക്ക് വിദേശ രാജ്യങ്ങൾ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ എണ്ണയും മറ്റു കാര്യങ്ങളും എങ്ങനെയായിരിക്കും പോകുന്നതിന് ഒരു വഴി വേണ്ടേ? ഇല്ലെങ്കിൽ ആ വഴി ഇപ്പൊ നമുക്കറിയാം, ഹൂത്തികളുടെ ശല്യം മുഴുവൻ ചെങ്കടൽ റൂട്ട് തന്നെ പല കമ്പനികളും പല രാജ്യങ്ങളും ഉപേക്ഷിച്ചിരിക്കുകയാണ്. ആ ഹൂത്തികൾ അത് വളരെ ചുറ്റിത്തിരിഞ്ഞാണ് വരുന്നത്.
അതായത് വളരെ എക്സ്പെൻസീവ് ആണ് ഇപ്പോഴത്തെ റൂട്ട്. ഇങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ പോകുന്നത്. ഞാനത് മുമ്പ് പറഞ്ഞത് 2021 സൂയസ് കനാലിൽ ഒരു കപ്പൽ മറിഞ്ഞപ്പോൾ തന്നെ ലോകത്തുണ്ടായ സാമ്പത്തിക നഷ്ടത്തെ കുറിച്ച് ഞാൻ മുമ്പ് ഇവിടെ സൂചിപ്പിച്ചിരുന്നു. അതുപോലത്തെ ഒരു അവസ്ഥയിലേക്കും എത്താം. മൂന്നാമത്തത്, ഇപ്പൊ അമേരിക്ക കരയുദ്ധത്തിന് വേണ്ടി ശ്രമിക്കുകയാണ് കുർദിഷുകളെ കൊണ്ട്. ഇവിടെ വരാൻ പോകുന്ന ഒരു കുഴപ്പം എന്താന്ന് വെച്ചാൽ ഈ നമ്മൾ ഈ ചിലപ്പോൾ ആ രാജ്യത്തെ ഭരണാധികാരികൾക്കെതിരെ ആ രാജ്യത്തെ ജനങ്ങൾക്ക് അമർഷം ഉണ്ടാകാം. പക്ഷെ രാജ്യത്തിന് നേരെ വരുന്ന ഒരു അക്രമകാരിയെ അവർ ഒന്നിച്ചു നിന്ന് എതിർക്കും. അതാണ് ലോകത്ത് എല്ലായിടത്തും കണ്ടിട്ടുള്ളത്. അതായത് അമേരിക്കയുടെ സൈനികരെ കളത്തിലിറക്കാതെ കുർദിഷുകളെ കൊണ്ട് കുർദിസ്ഥാൻ വേണം എന്നുള്ള രീതിയിൽ അവരെ കൊണ്ട് പോരടിപ്പിക്കാനാണ്. അത് എത്രത്തോളം സക്സസ് ആകുമെന്ന് പറയാൻ കഴിയില്ല. അതൊരു വലിയ ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീക്കുക എന്നുള്ളതാണ് ട്രംപ് കണക്ക് കൂട്ടുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അമേരിക്ക കരയുദ്ധത്തിന് പോയ ഒരു സ്ഥലത്തും അമേരിക്ക ജയിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ചരിത്രം. വിയറ്റ്നാമിലായിക്കോട്ടെ, അഫ്ഗാനിസ്ഥാനിലായിക്കോട്ടെ, ഇറാഖിലായിക്കോട്ടെ, സിറിയയിലായിക്കോട്ടെ, എവിടെയും. കാരണം അവര് കരയുദ്ധത്തിനായിട്ട് നിൽക്കാറില്ല സാധാരണ. ഈ ബോംബിംഗ് നടത്തുക, അവർക്ക് വേണ്ടി ഒരു ഭരണകൂടത്തെ സൃഷ്ടിച്ചെടുക്കുക, ഇല്ലെങ്കിൽ ആ ഭരണകൂടത്തിന് വേണ്ട ആയുധങ്ങൾ നൽകി ആഭ്യന്തര കലാപം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇറാൻ പോലെ ഒരു രാജ്യത്ത് ഈ കുർദുകളെ വെച്ച് എത്രത്തോളം അവർക്ക് മുന്നേറാൻ കഴിയുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഒരുപക്ഷെ ഈ ഇറാൻ ഇറാഖ് ബോർഡറിലുള്ള കുറച്ച് പ്രദേശങ്ങൾ കുർദുകൾക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷെ ഇറാൻ കീഴ്പ്പെടുത്തുക അസാധ്യമായ ഒരു കാര്യമാണ്. അത് കൂടുതൽ കലുഷിതമായിട്ട് മുമ്പോട്ട് പോകും. അതായത് ചുരുക്കി പറഞ്ഞാൽ, ഒന്നുകിൽ അമേരിക്കക്ക് ചെയ്യാൻ കഴിയുന്നത് ഇസ്രായേലിനെ ഒരു മരുഭൂമിയാക്കി മാറ്റാം, അല്ലെങ്കിൽ അവരെ എന്താ നമ്മള് ഈ സിനിമയിലൊക്കെ പറയത്തില്ലേ, ഇറാന് ഈ നമ്മൾ സിനിമയെ പറയത്തില്ലേ, എന്നെ എന്തെങ്കിലും ചെയ്യണം, കൊന്നേക്കണം. അപ്പൊ ചോദിക്കുമല്ലോ എന്താ അത് അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ പറയും, അല്പമെങ്കിലും ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ തിരിച്ചു കൊല്ലൂ എന്ന് പറയില്ലേ. എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇതിനെ പൂർണ്ണമായി ഇല്ലാതാക്കണം, അതല്ല എന്നുണ്ടെങ്കിൽ ഇതിനെ ഒരു പരിധിക്ക് എത്തിക്കുക എന്നുള്ളത് അല്പം പ്രയാസകരമാണ്. അതായത് ഇറാൻ അമേരിക്കയ്ക്കും ഇസ്രായേലും എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ചെറിയൊരു മീനല്ല. അവർക്ക് ഇത്രയും ദിവസങ്ങൾ ഈ രണ്ട് വമ്പൻ രാജ്യങ്ങളോട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അവർ ചെറിയൊരു കപ്പാസിറ്റി ഉള്ള രാജ്യമല്ല. അത് മാത്രമല്ല, ഇന്നലെ അതിലും ഗംഭീരമായ ഒരു വാർത്ത വന്നിരുന്നു. നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ അത് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഖത്തറില് അമേരിക്ക ഒരു എയർ ഡിഫൻസ് സിസ്റ്റം സ്ഥാപിച്ചിരുന്നു. അതിന്റെ ദൂരപരിധി കേട്ടാൽ നമ്മുടെ കണ്ണ് തള്ളും. 5000 കിലോമീറ്റർ ദൂരപരിധിയാണ്. നമ്മുടെ S-400 കേവലം 300 കിലോമീറ്ററേ ഉള്ളൂ. 300 കിലോമീറ്റർ ദൂരത്തുനിന്ന് വരുന്ന ഈ ശത്രുക്കളെ മാത്രം തകർക്കാൻ കഴിയൂ. അമേരിക്ക 1.1 ബില്യൺ രൂപ മുതൽ മുടക്കിക്കൊണ്ട് ഖത്തറിൽ സ്ഥാപിച്ചിരിക്കുന്ന എയർ ഡിഫൻസ് സിസ്റ്റം വഴി ഏഷ്യയിലെ പല ഭാഗങ്ങള്, ഇറാൻ, ഇറാഖ്, സിറിയ വരെ അതിന്റെ ഈ റഡാർ പരിധി വരും. ആ റഡാറാണ് ഇറാൻ അടിച്ച് ദൂരെ കളഞ്ഞത്. അതോടുകൂടിയാണ് അമേരിക്ക കാര്യം മനസ്സിലായത്. അത്രയും സിസ്റ്റം എയർ ഡിഫൻസ് സിസ്റ്റത്തിന് അതിന്റെ ചെലവ് അത് വെച്ചിട്ടാണ് ഖത്തർ തന്നെ ഞെട്ടിപ്പോയി. കാരണം ഖത്തറിന് സംരക്ഷണ കുടയൊരുക്കുകയായിരുന്നത്. അത് ഈ താടുണ്ട് അതിനകത്ത്, അതുപോലെ തന്നെ അവരുടെ പേട്രിയറ്റ് മിസൈലുകൾ ഉണ്ട് അതിനകത്ത്. ഇതെല്ലാ സംവിധാനമുള്ള അതിനെ ഇറാൻ അടിച്ച് ദൂരെ കളഞ്ഞു. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം, അവരൊരു ചെറിയ ശക്തിയല്ല. കാരണം അവർക്ക് അത്യാവശ്യമായിട്ടുള്ള, പിന്നെ അവരുടെ ഈ പഴഞ്ചൻ ടെക്നോളജികളും കാര്യങ്ങളും ആയിരിക്കാം, പക്ഷെ അത് മാരകമായി തന്നെ മുറിവേൽപ്പിക്കുന്ന ഇടയാക്കും. ഇതിന്റെ ചിത്രങ്ങൾ സഹിതമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ അമേരിക്കയുടെ എയർ ഡിഫൻസ് സിസ്റ്റം അടച്ചത് എനിക്ക് തോന്നുന്നു ഇന്നലത്തെ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ദേശീയ മാധ്യമങ്ങളും അതിന്റെ ചിത്രങ്ങൾ സഹിതം പുറത്തു വിട്ടിരുന്നു. ഇതോടുകൂടി തന്നെ അമേരിക്കയുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിനും ചോദ്യം ഉയരുകയാണ്. ഈ താടൊക്കെ വർക്ക് ചെയ്യുന്നതാണോ, ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെയുള്ള ഒരു സിസ്റ്റം ചോദ്യവും ഉയരുന്നുണ്ട്. അപ്പം ഈ മാരകമായ ആയുധങ്ങൾ ഇവരുടെ പക്കൽ ഉണ്ട് എന്നുള്ള സത്യമാണ്. അതുകൊണ്ടാണ് ട്രംപിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇനിയിപ്പോ ഈ വ്യോമാക്രമണവും മിസൈൽ വിടലും അധികം നാൾ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. പകരം ഇനി എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. അതിനാണ് ഇപ്പോൾ കുർദുകളെ ഇറക്കി വിട്ടുകൊണ്ട് ഇപ്പോൾ അവിടെ ഒരു കലാപം, ഒരു അഭ്യന്തര കലാപം ഇറാനിൽ നടത്തുക എന്നുള്ളത്. പക്ഷെ അത് വിജയിക്കാനുള്ള സാധ്യതകൾ വളരെ 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 കുറവാണ് എന്ന് പറയേണ്ടി വരും. കാരണം കുർദുകൾക്ക് ഇറാൻ പിടിച്ചെടുക്കണമായിരുന്നെങ്കിൽ മുമ്പ് ഇവരുടെ എല്ലാ സഹായത്തോടെ പണ്ടേ കഴിയുമായിരുന്നല്ലോ. അത് കഴിഞ്ഞില്ല. ഇവർക്ക് കുർദുകൾക്ക് ഒരു ഇടം ഇറാഖിൽ പിടിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇറാഖിലും ഇതേപോലെ അമേരിക്ക ഛിന്ന ഭിന്നമാക്കി, പിന്നെ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് അവിടെ നിൽക്കുന്നത്. കാരണം ജനം തിരിയും, സ്വാഭാവികമാണ്. നമ്മുടെ രാജ്യത്തിനെതിരെ ഒരു വിഷയം വരുമ്പോഴത്തേനും ജനം അത് തിരിയും. നമ്മുടെ രാജ്യത്തിനകത്തുള്ള വിഷയം വരുമ്പോൾ ജനം രണ്ടായിട്ട് പിരിയുകയും തിരിയുകയും രണ്ടും രണ്ടാണ്. അതാണ് ഇതിന്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് അമേരിക്കയ്ക്ക് നന്നായി അറിയാവുന്ന ഒരു കാര്യമാണ്. ഇവരിപ്പോഴും ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ അവിടുത്തെ ജനം തെരുവിൽ ഇറങ്ങിയിട്ട് ഒരു പ്രൊട്ടസ്റ്റ് നടത്തുകയോ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു നേതാവിനെ ഉയർത്തി കാണിക്കാനോ അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പഹലവിയൊക്കെയാണ് ഇവർ പറയുന്നത്. എത്രത്തോളം സക്സസ് ആകുമെന്നും അറിയില്ല. ഇനി ഒരു ചാൻസ് ഉള്ളത് ശ്രീ ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങിന് ശേഷം ഒരു പക്ഷേ അങ്ങനെയുള്ള പ്രൊട്ടസ്റ്റുകൾ ഉണ്ടായേക്കാം. ചിലപ്പോൾ ഒരു പക്ഷേ ഖമേനിയുടെ ശവസംസ്കാരത്തിന് ശേഷം.
അതുവരെ എന്തായാലും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷെ ഖമേനിയുടെ മരണം അവിടുത്തെ ഇറാൻ ജനതയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഏകീകരണമുണ്ട്. അത് പക്ഷേ ഈ ഭരണത്തോട് എതിർപ്പുണ്ടെങ്കിൽ പോലും അവരുടെ മത അധ്യക്ഷൻ എന്ന നിലയിൽ ഈ ഖമേനിയുടെ അവർക്കുണ്ടാകുന്ന ഒരു യോജിപ്പുണ്ട്. അതായത് നിശബ്ദരായിരിക്കുന്ന ഒരു വിഭാഗം കൂടി ഇറാനിലുണ്ട്. അതായത് ഖമേനിയെ എതിർക്കുന്നവർ, ഖമേനിയെ അനുകൂലിക്കുന്നവർ, ഇതിന്റെ ഇടയിൽ നിഷ്പക്ഷർ എന്ന് പറയുന്നവർ, അങ്ങനെ ഒരു ഇടയ്ക്ക് ഉള്ളൊരു വിഭാഗം. അപ്പൊ ആ വിഭാഗത്തിന്റെ പിന്തുണ ആ മരണത്തിന് നേടാൻ കഴിഞ്ഞു. കാരണം അവരെ സംബന്ധിച്ച് ഞാൻ മുമ്പ് ചർച്ചകളിലൊക്കെ പറഞ്ഞത്, അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു മത അധ്യക്ഷനാണ്. അവർക്ക് 12 മത അധ്യക്ഷന്മാരാണ്. അതായത് ഇവരുടെ അവസാനത്തെ 13ാമത്തെ ഏറ്റവും മഹാനായ അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് വരുന്നതിന് മുമ്പ് ഈ ഷിയ വിഭാഗത്തെ സംരക്ഷിച്ച് നിർത്തേണ്ട കടമയുള്ളവരാണ് ഇവരുടെ ഈ പറയുന്ന ഇമാമുമാർ, ഇല്ലെങ്കിൽ ആ പറയുന്ന മത അധ്യക്ഷന്മാർ. അപ്പൊ അവരെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോ ഈ രീതിയിലേക്കാണ് കാര്യങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഏതായാലും ഈ ഇറാനെ സംബന്ധിച്ച് ഒറ്റയടിക്ക് യുദ്ധം തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അവരുടെ പക്കലുണ്ട്. പക്ഷെ അവരും വെയിറ്റ് ചെയ്യുന്നത് ഇവരെ പ്രഷർ കൊടുത്ത് ഇപ്പുറത്തേക്ക് എത്തിക്കുക. ഒരുപക്ഷെ നിക്കക്കള്ളി ഇല്ലാതെ വന്നാൽ ഇറാൻ ഈ പറഞ്ഞ ഓപ്ഷനുകൾ ഇരിക്കില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അളമുട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ വഴിയില്ല. ഇതാണ് ഇവിടെ ഒരു കാര്യം. ഇതിനിടയ്ക്ക് ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. ഇന്നലെ ഇറാന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ എത്തിയിരുന്നു. എസ് ജയശങ്കറുമായി അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു. അവിടെ ഇറാന്റെ കപ്പലുകളെ കുറിച്ചുള്ള ഒരു ചർച്ചയും അവിടെ നടന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം അവരുടെ കപ്പലുകൾ ഇപ്പൊ ശ്രീലങ്കയിലേക്ക് പോയിരിക്കുന്ന കപ്പലുകൾക്ക് ഉള്ള സംരക്ഷണം അടക്കം സംസാരിച്ചു എന്നാണ്. അതോടൊപ്പം തന്നെ എസ് ജയശങ്കർ ആ കപ്പൽ തകർന്ന സമയത്ത് ഇന്ത്യൻ നാവികസേന കപ്പൽ അയച്ചിരുന്നു. ഇപ്പോഴും ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ കടലിൽ തന്നെ ഉണ്ട്. ഒപ്പം തന്നെ വിമാനങ്ങളും മറ്റും അയച്ചിരുന്നു. അവിടെ ശ്രീലങ്കൻ സേനയാണ് ഇവരെ രക്ഷപ്പെടുത്തിയെങ്കിലും 32 പേരെ രക്ഷപ്പെടുത്തിയെങ്കിലും ഇന്ത്യൻ സേന കൂടി സഹായിച്ചിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ഇന്ത്യൻ സേനയ്ക്കും വിവരം ലഭിച്ചിരുന്നു. അത് ഇന്ത്യൻ സേനയും ഇന്നലെ പറയുകയുണ്ടായി. അതിനൊക്കെ ഒരു ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പോകുന്നു അതിന്റെ കാര്യങ്ങൾ. ഏതായാലും ആ 87 പേര് അത് മരിച്ചു. ഏതായാലും ചെറിയ കാര്യമല്ല. അതൊരു ധനുഷ് പറഞ്ഞൊക്കെ ആക്രമിക്കാൻ പോയ ഒരു ഷിപ്പ് അല്ല അത്. പിന്നെ എല്ലാവരും പറഞ്ഞതൊക്കെ ഇന്ത്യ വിളിച്ചോണ്ട് വന്നു എന്നുള്ളതല്ല. ഇന്ത്യ ക്ഷണിച്ചു, എല്ലാ രാജ്യങ്ങളെയും ക്ഷണിച്ചു. അത് അമേരിക്കയും അതിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. അവർ ഷിപ്പ് വിട്ടില്ല, പകരം അവരുടെ ഓഫീസേഴ്സ് ഒക്കെ വന്നിരുന്നു എന്നുള്ളതാണ്. ഇത് എല്ലാ വർഷവും നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ പുതുമയായിട്ടൊന്നുമില്ല. അതല്ലാതെ ഈ യുദ്ധത്തിന് തൊട്ട് മുമ്പ് വരൂ, ഇറാന്റെ കപ്പലുകൾ മാത്രം ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞിട്ടല്ല. ഇറാനും അമേരിക്കയും ഇന്ത്യയും മാത്രമല്ല, വേറെയും 2-3 രാജ്യങ്ങളോടൊക്കെ അതിൽ ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടെ ചേർന്ന് സംയുക്തമായിട്ടായിരുന്നു ഇതിന്റെ ഒരു പരിപാടി നടന്നത്. അത് സ്വാഭാവികമായിട്ട് ഒരു കാര്യമാണ്. ഏതായാലും പെട്ടെന്ന് കീഴടങ്ങുന്ന ഒരു രാജ്യമല്ല ഇറാൻ എന്നുള്ള കാര്യം ഏറെക്കുറെ ഇപ്പോൾ ലോകത്തിനും വ്യക്തമായിട്ടുണ്ട്. ഇനി എന്താണ് ലോകത്തിന്റെ ഗതി മാറ്റിമറിക്കാൻ പോകുന്നത് വരും മണിക്കൂറിലോ വരും ദിവസത്തിലോ അറിയാൻ കഴിയും. പക്ഷെ ഏതായാലും ഇപ്പം മിഡിൽ ഈസ്റ്റിലേക്കുള്ള അവരുടെ ആക്രമണത്തിന്റെ തോത് കുറച്ചിട്ടുണ്ട്. യുദ്ധം ഇപ്പോൾ കടലിലേക്ക് മാറി. കടല് കലാപകലുഷിതമാകുന്നു, സംഘർഷഭരിതമാകുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കടലിലേക്ക് മാറി എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമുക്ക് കാണാം. കാരണം കപ്പലുകളെ ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ കുവൈറ്റിന്റെ അവിടെ ഡോക്ക് ചെയ്തിരുന്ന എണ്ണ ടാങ്കറെ ആക്രമിച്ചു. ഇപ്പൊ അമേരിക്കയുടെ എണ്ണ ടാങ്കറെ ആക്രമിച്ചു എന്നാണ് ഇപ്പൊ വരുന്ന വാർത്ത. ഏതായാലും യുദ്ധം തുടരാൻ തന്നെയാണ് സാധ്യത. പെട്ടെന്നൊന്നും സ്വിച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കാൻ സാധ്യതയില്ല. ഒരു സിമ്പിൾ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗസയിൽ ഇപ്പൊ തീരുമെന്ന് പറഞ്ഞ് തുടങ്ങിയ യുദ്ധമാണ്. എത്ര നാളെടുത്തു? 7 മാസമാണ് നെതന്യാഹു പറഞ്ഞത്. 7 മാസമാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. 2023 ഒക്ടോബർ 7 കഴിഞ്ഞപ്പോൾ ഒരു അടി തുടങ്ങിയപ്പോൾ നെതന്യാഹു പറഞ്ഞൊരു 7 മാസത്തേക്ക് നിൽക്കും അടിയെന്ന് പറഞ്ഞു. മാസം എത്രയായി? 2023 കഴിഞ്ഞ് 26 വർഷം 3 കഴിഞ്ഞു. റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങി 2022 ഇപ്പൊ തീരുമെന്ന് പറഞ്ഞു തുടങ്ങിയ യുദ്ധമാണ്. ഇപ്പൊ തീർക്കുമെന്ന് പറഞ്ഞ് വന്ന ട്രംപാണ്. യുദ്ധം ഇപ്പം 5ാമത്തെ വർഷം കഴിഞ്ഞിരിക്കുന്നു. അപ്പം അതിനേക്കാളും വലിയ സംഭവമാണ് ഇറാനിൽ. അപ്പം അതിനർത്ഥം ഉടനെ ഒന്നും തീരില്ല. അതുകൊണ്ട് ഏറ്റവും നല്ല മാർഗം ചർച്ചകളിലേക്ക് പോവുക, സമാധാനത്തിൽ ചർച്ചകൾ നടത്തുക, തൽക്കാലം ഇത് നിർത്തുക. കാരണം ഇപ്പൊ തന്നെ ഇറാനിൽ ഏതാണ്ട് 2500 മുകളിൽ ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക്. അതിന്റെ ഇരട്ടിയുടെ ഇരട്ടിയോ ആയിരിക്കും അനൗദ്യോഗികമായി കിട്ടുന്ന വിവരമെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് ചർച്ച ചെയ്യാനായിട്ട് ഇന്ത്യ ഇപ്പം മിഡിൽ ഈസ്റ്റിലെ ചില രാജ്യങ്ങളുമായി സംസാരിച്ചിട്ടുണ്ട്. ചൈന അവരുടെ ദൂതനെ ഇപ്പൊ മിഡിൽ ഈസ്റ്റിലും മറ്റും വിട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാ രാജ്യങ്ങളും ഇപ്പൊ രംഗത്തിറങ്ങുന്നുണ്ട്. ഇതിനെ ഒന്ന് ഡൈലൂട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ എങ്ങനെയാണ് എവിടെ കൊണ്ട് തീർക്കാൻ പറ്റുമെന്നുള്ളത്. അതൊക്കെ വിജയം കാണട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ കഴിയൂ.